കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഐ എം സോറി. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കേ. ഹലോ ഹലോ, കള്ളാ കിസ് അടിച്ചല്ലേ? എനിക്കിങ്ങനെ മനസ്സിലായി. മുഖത്തെ രക്തപ്രസാദം കണ്ട അറിഞ്ഞൂടെ? എവിടെയായിരുന്നു? ചുട്ടത്താ? നെറ്റിയിൽ. നെറ്റിയാ? 3-4 മാസമായിട്ട് നെറ്റി എത്തിയിട്ടേ ഉള്ളൂ. നെറ്റി എത്ര മോശമൊന്നുമല്ല. അതിലും നല്ലത് ചുമര. അബ്ദു, ഐഷയ്ക്ക് ലേറ്റ് ആവുന്നു. എന്നാ വരട്ടെ. നിങ്ങള് ചെറുപ്പത്തിലുണ്ടായിരുന്ന പോലെ തന്നെ. വിനോദം മുന്നിലിരുന്നു. കണ്ണാടി തിരിച്ചു വെക്കടാ, പുറകിൽ വരുന്ന വണ്ടി കാണണ്ടേ? പുറകിൽ വരുന്ന വണ്ടി കണ്ടിട്ട് എന്തിനാടാ? ഇനി മുന്നോട്ടല്ല പോകുന്നു, മുന്നോട്ട് നോക്കി ഓടിക്കും. ഒരുപാട് സ്പീഡ് എടുക്കണ്ട. അബ്ദു, എനിക്ക് ലേറ്റ് ആവുന്നു, വേഗം പോവാം. ഇപ്പൊ എത്തിക്കും. എല്ലാം ഉഷാറായിട്ടുണ്ട്. നാളെ ഒരു ഹർത്താൽ കിട്ടിയാൽ മതിയേനും. ശരിയാ, ഈ ആഴ്ച ഒരു ഹർത്താൽ. ആ പിള്ളേരുടെ വണ്ടിയിലൊരു പെൺകുട്ടി ഉണ്ടല്ലോ, നമ്മുടെ അബ്ദുൽ ഖാദറിന്റെ വീട്ടിലെ പെണ്ണാ. കൂടെ 2 പിള്ളേരുണ്ട്. എന്താ നിങ്ങളെ പേരെന്താ? വിനോദ്. ഒരു മിനിറ്റ്, ഒന്ന് സംസാരിക്കണം. നിങ്ങൾ വരി. വിനോദ്, എന്താടാ പ്രശ്നം? ഞാനാ? ഞാൻ കാരമൽ സുലൈമാന്റെ മോനാ. ഇനി ആരാ? കുറെ സദാചാരക്കാർ ഇറങ്ങിക്കോളും. ഇത് പാകിസ്ഥാനൊന്നുമല്ലല്ലോ, ഇന്ത്യയല്ലേ? ഇനി വാടാ, നമ്മുടെ നാട്ടിൽ നമ്മളോട് കളിക്കാൻ പുല്ലന്മാര്. വെളിച്ചം കാണിക്കരുത് മോളെ. മെഹറു പറഞ്ഞത് കണ്ടു സഹിക്കാൻ പറ്റാത്ത അടിയായിരുന്നെന്നാ. പ്രായപൂർത്തിയായൊരു പെണ്ണോട് എങ്ങനെയാടാ ഇങ്ങനെ? ഉച്ചയ്ക്കോള് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. അതിനയാൾ റൂമിൽ കയറത്തല്ലേ. ഇതും ബെൽറ്റും ഉണ്ട്. ഇനി എന്ത് തീരുമാനിച്ചാലും നമ്മൾ കൂടെ ഉണ്ടാവും. പക്ഷെ തൽക്കാലം ഇവിടെ നിന്ന് മാറണം. ഖാദറിന്റെ ആളുകൾ ഏത് നിമിഷം ഇറങ്ങും എന്നെ അന്വേഷിച്ച്. വണ്ടി കയറി. എന്താ കാര്യം? പുഴക്കരയിൽ ആളുകൾ ഗുരുതരാവസ്ഥയിലാണ്.
എന്തുപറ്റി? മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് തകരാറിലായി അബ്ദുൽ ഖാദറിന്റെ ഫാക്ടറിയിൽ. പെട്ടെന്ന് ഓട്ടോ. അമ്മമാരും കുട്ടികളോടൊക്കെ 10-25 ആൾക്കാർ അതിനകത്ത് ഇപ്പൊ കിടക്കുന്നത്. പേരും പണം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും പേടിക്കണ്ടല്ലോ. കേസും കോടതി നിയമമൊക്കെ എന്നിട്ട് ഓന്റെ പഠിക്ക് പോകും. ഇല്ല, സമ്മതിക്കാൻ പാടില്ല. അബ്ദുൽ ഖാദറിനെ വെറുതെ വിടാൻ പാടില്ല. മനോജ് പറയുന്നത് കേട്ട് സെക്രട്ടറി തീരുമാനമെടുത്താ ഞങ്ങളുടെ വിധം മാറും. ആ വിനോദ് എന്ന് പറഞ്ഞ ചെക്കനെ ഇന്ന് തന്നെ പുറത്താക്കണം. അല്ലാതെ ഞങ്ങൾ അടങ്ങുമെന്ന് കരുതണ്ട. പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന യാതൊരു കാര്യവും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആശുപത്രി കിടക്കയിൽ നിറയിക്കുന്ന ഞങ്ങളുടെ അമ്മ പെങ്ങന്മാരെ കണ്ടില്ലെന്ന് നടിക്കണം എന്നാണോ പാർട്ടി പറയുന്നത്? വിശ്വ, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കും. പ്രതിഷേധിക്കാനും ചോദ്യം ചെയ്യാനും എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ നിയമവും പോലീസും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാർട്ടി ആരോടും പറഞ്ഞിട്ടില്ല. സഖാവ് NCPയുടെ മകനോടുള്ള വാത്സല്യം കൊണ്ടാണോ നേതാവ് ഇങ്ങനെ പറയുന്നത്? എന്റെ അച്ഛന്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കരുത്. വിനോദ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അയാളുടെ കുടുംബത്തിലെ ആളുകളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഖാദറും റഹ്മാനൊക്കെ ഒന്ന് തന്നെയാടാ. എല്ലാം ഒരേ ചോരയാ. സ്വന്തം പാർട്ടിയുടെ കൂടെ നിൽക്കാതെ ഇരപ്പാളയ്ക്ക് വക്കാലത്ത് പറയുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. നിർത്തണം. ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നീ ഒന്നും കാണാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ഇടിയുണ്ട്. പട്ടിണി കിടക്കുന്നവന്റെ വയറും പണിയെടുക്കുന്നവന്റെ ദുരിതവും കാണുമ്പോൾ കണ്ണു നിറയുന്ന കമ്മ്യൂണിസം. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. എന്നെ പഠിപ്പിക്കണ്ട. വിനോദിനെ കുറിച്ച് ഇനി നിങ്ങളാരും സംസാരിക്കണ്ട. അവനോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. വളയും പിടിച്ചും വയലിൽ പണിയെടുത്തും തണുപ്പിച്ച് കയ്യാ ഒന്ന് പൊട്ടിച്ച പുന്നാര മോനെ വിശ്വട്ടാ, നിങ്ങൾ വിവരം അറിയും. എന്നോട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മുത്താപ്പ, ഇവിടെ വെച്ച് വേണ്ട. ആ, കാറ്റടിച്ച പനി വരുന്ന കുറെ എണ്ണങ്ങൾ ആശുപത്രിയിലായതിനാണ് ഈ ബഹളം മുഴുവൻ. 2 ദിവസം കൊണ്ട് കെട്ടടങ്ങിക്കോളും. ഏതായാലും ഞാനൊരു തീരുമാനമെടുത്തു. ജനിച്ച വീട്, വളർന്ന നാട്, ഈ സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല. തിരുവനന്തപുരത്ത് നമ്മുടെ ഫാക്ടറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനും ഇനി അവിടെ ഉണ്ടാവുന്നതാണ് നല്ലത്. ഇതൊരു ഒളിച്ചോട്ടമായിട്ടൊന്നും കാണണ്ട. ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാനുള്ള ഒരു ചെറിയ മാറ്റം, അത്രേ ഉള്ളൂ. എന്താ എൻ്റെ അഭിപ്രായം? ഇക്കയുടെ രാഷ്ട്രീയത്തിനും ഭാവിക്കൊക്കെ അതാണ് നല്ലതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, മക്കളെ അടിച്ചു വളർത്താൻ അറിയാത്ത എന്റെ പിടിപ്പോടുകൊണ്ട് വഷളായ എന്റെ മോളുണ്ടല്ലോ, അവളുടെ ഭാവിയും കൂടെ കരുതിയാ ഞാനീ പറയുന്നത്. ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. എനിക്കതിന്റെ ആവശ്യം വരാറില്ല. നാളെ കാലത്ത് നമ്മൾ ഇവിടുന്ന് പോകും. നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചാൽ നീ മാത്രമല്ല, ഈ ലോകത്ത് മറ്റാരും പിന്നെ അവനെ കാണില്ല. നാളെ വെളുപ്പിന് തന്നെ ഇവിടുന്ന് പോവാനാണ് മൂത്താപ്പാന്റെ തീരുമാനം. എതിർക്കാൻ അവൾക്ക് സാധിക്കൂല. എന്നോടിത് പറയാനും. ഇനി തമ്മിൽ കാണുന്നത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നു ഞാൻ അവളോട് പറഞ്ഞതാ. പക്ഷെ പോകുന്നതിനു മുമ്പ്
എന്നെ അവസാനായിട്ടൊന്ന് കാണുന്നോള് വാശി പിടിക്കുക. ഇന്ന് രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോൾ ഓളിയും കൊണ്ട് ഞാൻ പുറത്തേക്ക് വരും. അപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേറു. ഓള് എങ്ങോട്ട് പോന്നേ പറയുന്നേ? എന്നങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഓൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഐഷ എന്ന പെൺകുട്ടിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വിനോദ്. പക്ഷെ ഐഷ എന്ന മുസ്ലിമിന് എന്നെ മറന്നേ പറ്റൂ. ഇഞ്ചിന്റെ കൂടെ വാ, നമുക്ക് കല്യാണം കഴിക്കാം. ഈ മഴ തോരുന്നതിന് മുമ്പ്, നാളെ വീട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആളുകളെ പിരിച്ചു കാണാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി നമുക്ക് ജീവിക്കാം. പിന്നെ എല്ലാം തുടങ്ങുമ്പോൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇജിന്റെ കൂടെ വാ ഐഷ, ഇജിന്റെ കൂടെ വാ. ഇനിയിലാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ഐഷ, പ്ലീസ്.